ഹലോ, ഇന്ന് നമ്മളുടെ 41 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പം ഇന്നത്തെ ദിവസം ഫസ്റ്റ് രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം പോയി കുളിക്കുന്നതിന് മുമ്പ് എൻ്റെ കുറച്ച് റുട്ടീനും കാര്യങ്ങളും ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് മസാജ്, അതുപോലെ തന്നെ ഓയിൽ, ബോഡി ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നാമം ചൊല്ലി അതുപോലുള്ള കാര്യങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ചെയ്തു. അതിനുശേഷം എനിക്ക് റാഗിൻ്റെ പുട്ടും അതുപോലെ തന്നെ പഴവുമായിരുന്നു, അത് കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസ്ഫുള്ളായിട്ട് തുടങ്ങിയ ഒരു ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സമാധാനം ഉണ്ടായിരുന്നു. നോർമലി ഉള്ള ഒരു ബഹളോ റഷോ അങ്ങനെയൊന്നുമില്ല. സമാധാനമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസമായിട്ട് എനിക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ കുറച്ച് കുക്കുംബർ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചിട്ട് അവിടെ മാറി ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു ബുക്ക് ഇപ്പോൾ കറൻ്റ്ലി വായിക്കുന്നുണ്ട്. നേരത്തെ വായിച്ചുകൊണ്ടിരുന്നതാണ്, അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ആക്കി വെക്കുന്നുള്ളൂ. അതായത് കുറച്ച് അധികമായിട്ട് വായിക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ അതൊന്ന് വായിക്കാനെടുത്തു. ഡെയിലി ആയുർവേദ റിച്വൽസ്, കാര്യങ്ങൾ, ഹാബിറ്റ്സ് എല്ലാം കൂടി പറയുന്ന ഒരു ബുക്കാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ബാത്തിങ്ങിനെ കുറിച്ചിട്ട് ഉള്ള പോർഷനാണ് ഞാനിന്ന് വായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പോർഷനിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയുള്ള ഓയിൽസ് യൂസ് ചെയ്യണം, ഓയിൽ മസാജിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. നമ്മൾ കുളിക്കുമ്പോൾ എങ്ങനെയുള്ള ഓയിൽസ് യൂസ് ചെയ്യണം എന്ന്. ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓയിൽസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചൂട് കൂടുതലുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർ കോൾഡ് ആയിട്ടുള്ള ടൈപ്പ്, അതായത് കോക്കനട്ട് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ തണുപ്പ് സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ തണുത്ത ബോഡി പ്രകൃതമുള്ള ആൾക്കാർ നമ്മുടെ കടുകെണ്ണയുണ്ടല്ലോ, കടുകെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതിപ്പോൾ നോർമൽ, അതായത് നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് എള്ളെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ബുക്കിൽ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി മനസ്സിലായി എൻ്റെ ബോഡി ടൈപ്പിനനുസരിച്ച് ഏത് ഓയിൽ വേണം എനിക്ക് ചൂസ് ചെയ്യാനുള്ളതെന്ന്. ഉച്ചയ്ക്ക് ഞാൻ മാങ്ങ ഉപ്പിലിട്ട ചമ്മന്തിയും അതുപോലെ തന്നെ കഞ്ഞിയുമായിരുന്നു കുടിച്ചത്. കഞ്ഞിയും പയറും കൂടി മിക്സ് ചെയ്തിട്ട് ലൈറ്റായിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഹെവി ഫുഡ് കാര്യങ്ങൾ, ഇപ്പം ചോറ്, മീൻകറി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ചിട്ട് ലൈറ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ഗട്ടും കാര്യങ്ങളും എല്ലാം ഒന്ന് ഹീലാവും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് പറ്റാറുണ്ട് ലൈറ്റായിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ എനിക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതെടുത്തിട്ടുള്ളത് നമ്മുടെ കടുകെണ്ണയാണ്. കടുകെണ്ണയ്ക്കകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട്, കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ കടുക്, അതുപോലെ തന്നെ ഉലുവ, പിന്നെ നല്ല ജീരകം, ഇത്രയും കാര്യങ്ങളിട്ട് മൂപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിനകത്തോട്ട് ബാക്കിയുള്ള ഈ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി അതും എടുത്ത് മൂപ്പിച്ച് ഒരു മൊരിഞ്ഞ രീതിയിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാനിന്നിപ്പോൾ കൊഞ്ചുപുളി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി കാര്യങ്ങളിടുക, അതൊന്ന് മൂപ്പിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉണങ്ങിയ നമ്മുടെ കൊഞ്ചുപുളി, ചില സ്ഥലത്ത് ഇലിമ്പിപ്പുളി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പുളി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ലാസ്റ്റ് കുറച്ച് നമ്മുടെ വിനാഗിരും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊരു അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ 41 ഡേയ്സ് ഒരു അച്ചാർ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അമ്മ എനിക്കൊരു എള്ളുണ്ട അതുപോലെ തന്നെ കാപ്പി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായ ആയിരുന്നു, അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോയി കുളിച്ചിട്ട് വന്ന് സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്. സ്കിൻ കെയർ ചെയ്യുന്ന പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഈ സെയിം റുട്ടീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മാൻഡേറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്ന ലിപ് ബാം, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ എൻ്റെ ആ ഒരു ടോണർ, ഇത് മാൻഡേറ്ററി ആണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വിളക്ക് കത്തിച്ചു, പ്രാർത്ഥിച്ചു. കുറച്ച് നേരം അതിൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. സത്യം പറയാമല്ലോ, ഫസ്റ്റ് ഡേ ഇത്രയും പ്രൊഡക്റ്റീവായിട്ടും ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്തുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇന്നത്തെ ഒരു ദിവസം കൊണ്ടിട്ട് കുറേയൊക്കെ മോട്ടിവേഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ വൈകുന്നേരം ഇരുന്ന് നാമം ചൊല്ലിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ നാമം ചൊല്ലിയതിന് ശേഷം വീണ്ടും ഞാൻ കഞ്ഞി തന്നെയാണ് കഴിച്ചത്. എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഫുഡ് എൻ്റെത് കഞ്ഞിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പഠിച്ചതിന് ശേഷം ഇരുന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും പോയി കുറച്ച് നേരം ബെഡിലിരുന്ന് ഫുഡ് മസാജൊക്കെ ചെയ്തിട്ട് ആണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.